ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 15 പദങ്ങളുടെ തുക 495 ആദ്യ 25 പദങ്ങളുടെ തുക 1325 എങ്കിൽ പൊതുവ്യത്യാസം എത്ര? ഇപ്പോൾ ഓപ്ഷനിൽ 6, 4, 8, 5 ഒക്കെയാണ് ഉള്ളത്. ഇപ്പോൾ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 495. അപ്പോൾ മധ്യത്തിലുള്ള പദം എന്ന് പറയുന്നത് 8ാമത്തെ പദമായിരിക്കും. അതായത് ആദ്യം 7 പദം, അവസാനം 7 പദം, അതിൻ്റെ നടുവിലുള്ളത് മധ്യത്തിലുള്ളത് 8ാമത്തെ പദമാണ്. അപ്പോൾ മധ്യത്തിലുള്ള പദം എന്ന് പറയുമ്പോൾ ശരാശരിയാണ്. അപ്പോൾ ശരാശരി കാണാനുള്ള സൂത്രമൊക്കെ എന്താ? തുക ബൈ എണ്ണം. അപ്പോൾ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 495 ഡിവൈഡഡ് ബൈ എണ്ണം 15. അപ്പോൾ ഈ 15 വെട്ടിക്കഴിഞ്ഞാൽ 49ൽ 3 തവണ പോകും. അപ്പോൾ 45, ശിഷ്ടം 4, പിന്നെ ബാക്കിയുള്ള എന്താ 5. അപ്പോൾ 45ൽ വീണ്ടും 3 തവണ പോകും. അപ്പോൾ 8ാമത്തെ പദം എന്ന് പറയുന്നത് 33. ഇനി 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 1325. അപ്പോൾ അതിൻ്റെ മധ്യത്തിലെ പദം എന്ന് പറയുന്നത് 13ാം പദമായിരിക്കും. അപ്പോൾ 13ാമത്തെ പദം ഏതെന്ന് കാണാൻ തുക ബൈ എണ്ണം 1325 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ഈ 25നെ വെട്ടിക്കഴിഞ്ഞാൽ 132ൽ 5 തവണ പോകും. അപ്പോൾ 125, ശിഷ്ടം 7 വരും, പിന്നെ ബാക്കിയുള്ളത് 5, 75. 75ൽ 3 തവണ പോകും. അപ്പോൾ 53 13ാം പദം. 8ാം പദം 33ഉം 13ാം പദം 53. അപ്പോൾ 8ന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ -5. അതുപോലെ തന്നെ 33ന്ന് 53 കുറച്ച് കഴിഞ്ഞാൽ -20. ഇനി നമുക്ക് പൊതുവ്യത്യാസം കാണാമല്ലോ. എങ്ങനെ കാണും? -20 ഡിവൈഡഡ് ബൈ -5. അപ്പോൾ മൈനസും മൈനസും പോയി കഴിഞ്ഞാൽ 4. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 9 പദങ്ങളുടെ തുക 261. അടുത്ത 6 പദങ്ങളുടെ തുക 444 എങ്കിൽ പൊതുവ്യത്യാസം എത്ര? അപ്പോൾ 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 261. അപ്പോൾ മധ്യത്തിലെ പദം എന്ന് പറയുന്നത് ഏതായിരിക്കും? 5ാമത്തെ പദമായിരിക്കും. മധ്യത്തിലെ പദം 5ാമത്തെ പദം. ഇനി 5ാം പദം ഏതെന്ന് കാണാൻ എന്താ വേണ്ടേ? ശരാശരി കാണുക. അതായത് തുക ബൈ എണ്ണം. തുകയെന്ന് പറയുന്നത് 261 ഡിവൈഡഡ് ബൈ എണ്ണം 9. അപ്പോൾ ഈ 9 വെട്ടിക്കഴിഞ്ഞാൽ 26ൽ 2 തവണ പോകും. അപ്പോൾ 2 × 9 18, ശിഷ്ടം 8, പിന്നെ ബാക്കിയുള്ളത് ഈ 1. അപ്പോൾ 81ൽ 9 തവണ പോകും. അപ്പോൾ 29 5ാമത്തെ പദം. ഇനി പറഞ്ഞിട്ടില്ല എന്താ? അടുത്ത 6 പദങ്ങളുടെ തുക 444. അതായത് 10 മുതൽ 15 വരെയുള്ള പദങ്ങളുടെ തുകയാണ് 444. അപ്പോൾ ഈ ആകെ തുക എന്ന് പറയുന്നത്, അതായത് 1 മുതൽ 15 വരെയുള്ള സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 261ഉം 444ഉം കൂടി കൂട്ടിയാലുള്ള 705. ആകെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 705. അപ്പോൾ ഇനി മധ്യത്തിലെ പദം കാണുക. അതായത് 8ാം പദം എങ്ങനെ കാണും? നമ്മൾ ആകെ തുക 705 ഡിവൈഡഡ് ബൈ എണ്ണം, അതായത് 15. അപ്പോൾ 15നെ വെട്ടിക്കഴിഞ്ഞാൽ 70ൽ 4 തവണ പോകും. അപ്പോൾ 4 × 15 60, ശിഷ്ടം 10, പിന്നെ ബാക്കിയുള്ളത് 5. അപ്പോൾ 105. 105ൽ 15 7 തവണ പോകും. അപ്പോൾ 8ാം പദം എന്ന് പറയുന്നത് 47. അപ്പോൾ 5ാം പദം 29ഉം 8ാം പദം 47. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 5 - 8 -3. അതുപോലെ തന്നെ 29 - 47 -18. അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -18 ഡിവൈഡഡ് ബൈ -3. അപ്പോൾ മൈനസും മൈനസും പോയി കഴിഞ്ഞാൽ 6 ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. 9 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകൾ സമാന്തര ശ്രേണിയിലാണ്. അവയുടെ കോണുകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മധ്യത്തിൽ വരുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? ഇപ്പോൾ ഓപ്ഷനിൽ 145, 155, 140, 120 ഒക്കെയാണുള്ളത്. അപ്പോൾ 9 വശങ്ങളുള്ള ഒരു ബഹുഭുജം എന്ന് പറയുമ്പോൾ നവഭുജം. ഏതൊരു ബഹുഭുജത്തിൻ്റെയും ആന്തരകോണുകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് n-2 × 180. അപ്പോൾ ഇവിടെ 9 വശങ്ങളുള്ള ഒരു ബഹുഭുജം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ 9 - 2 × 180.
അപ്പോൾ 7 ഇൻറ്റു 180 1260 ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത്. ഇനി മധ്യത്തിൽ വരുന്ന കോണ് എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. അപ്പോൾ മധ്യത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ ശരാശരി 9 വശങ്ങളുള്ളതിൻ്റെ മധ്യത്തിലുള്ള കോണെന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ കോണായിരിക്കും. അപ്പോൾ ശരാശരി കാണാൻ എന്താ സൂത്രവാക്യം? തുക ബൈ എണ്ണം. അപ്പോൾ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 1260. എണ്ണം എന്ന് പറയുന്നത് 9 വശങ്ങളാണ്. അപ്പോൾ 9. 12-ൽ 9 ഒരു തവണ പോവും, ശിഷ്ടം 3 വരും. അപ്പോൾ 36-ൽ 4 തവണ, അങ്ങനെ 140 ഡിഗ്രിയാണ് ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 20 ആയാൽ ആദ്യ 3 പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻസ് 60, 120, 45, 90. ഉദാഹരണത്തിന് എ, ബി, സി എന്നീ 3 പദങ്ങളാണെന്ന് കരുതുക. അപ്പോൾ ഇതിലെ രണ്ടാം പദം 20 എന്നാണ് പറയുന്നത്, അതായത് ബി 20 പറയുന്നത്. ഈ സമാന്തര ശ്രേണിയിലെ ശരാശരിയാണ് 20. ശരാശരി കാണാനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണമാണെന്ന് നമുക്കറിയാം. പക്ഷേ ചോദ്യത്തിൽ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തുക കാണാനുള്ള സൂത്രവാക്യം എന്താ? ശരാശരി ഇൻറ്റു എണ്ണം. അതായത് തന്നിരിക്കുന്നതിൽ ശരാശരി എന്ന് പറയുന്നത് 20, എണ്ണം എന്ന് പറയുന്നത് 3. 20 ഇൻറ്റു 3 60. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 5 പദങ്ങളുടെ തുക 150 ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 ആണ്. എങ്കിൽ 8ാം പദം എത്ര? ഓപ്ഷനിൽ 60, 80, 110, 88 ഉള്ളത്. 5 പദങ്ങളുടെ തുക 150. അപ്പോൾ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്, അതായത് 3ാം പദം എന്ന് പറയുന്നത് തുക എത്രയാണ്? 150. എണ്ണം എന്ന് പറയുന്നത് 5. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 5. 5 15-ൽ 3 തവണ പോകും, 30 കിട്ടും. 3ാം പദം നമുക്ക് 30 കിട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ? 10 പദങ്ങളുടെ തുക 550. അപ്പോൾ അതിൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ 5-നും 6-നും ഇടയിൽ വരുന്നതായിരിക്കും ശരാശരി. അതായത് 5.5 5.5 ആയിരിക്കും ഇതിൻ്റെ ശരാശരി. അങ്ങനെയാണെങ്കിൽ 5.5 എന്ന് പറയുന്നത്, അതായത് മധ്യത്തിലുള്ള പദം എന്ന് പറയുന്നത് 550 ഡിവൈഡഡ് ബൈ 10 55 ആയിരിക്കും. 3ാം പദം 30-ഉം 5.5 എന്നത് 55 കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം 3 മൈനസ് 5.5 മൈനസ് 2.5 എന്ന് കിട്ടും. അതുപോലെ തന്നെ 30 മൈനസ് 55 മൈനസ് 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി ഡി കണ്ടൂടെ? പൊതുവ്യത്യാസം കാണാമല്ലോ. മൈനസ് 25 ഡിവൈഡഡ് ബൈ മൈനസ് 2.5. അപ്പോൾ മൈനസ് പോയി കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. പൊതുവ്യത്യാസം 10 എന്ന് കിട്ടും. 3ാം പദം 30 കിട്ടി, പൊതുവ്യത്യാസം 10 കിട്ടി. ഇനി നമുക്ക് എളുപ്പത്തിൽ 8ാം പദം കണ്ടുപിടിക്കാം. അതായത് 80 ആയിരിക്കും ആൻസർ.